വേദിയിൽ സന്നിഹിതരായിട്ടുള്ള സന്യാസി ശ്രേഷ്ഠന്മാരുടെ പാദാരവിന്ദങ്ങളിൽ പ്രണമിച്ചുകൊണ്ടും സന്നിഹിതരായിട്ടുള്ള എല്ലാ സജ്ജനങ്ങൾക്കും നമോവാകം അർപ്പിച്ചുകൊണ്ടും ഇന്ന് ഈ വേദിയിൽ ആരാധ്യരായ സന്യാസി വര്യന്മാരാൽ ഭക്തി ചിന്തനമാണ് നിർവഹിക്കപ്പെട്ടു പോരുന്നത്. ഭക്തി എന്നത് ജ്ഞാനനിഷ്ഠയ്ക്കുള്ള ഉപാധിയാണ് എന്ന് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. എന്തിനെ സംബന്ധിക്കുന്ന ജ്ഞാനം എന്ന ചോദ്യത്തിന് ദുഃഖങ്ങൾ മുഴുവൻ അതിക്രമിക്കണമെങ്കിൽ, ഭയത്തെ ജയിക്കണമെങ്കിൽ, സർവതന്ത്ര സ്വാതന്ത്ര്യം നേടിയെടുക്കണമെങ്കിൽ അതിനുള്ള ഉപായമായിട്ട് സഹസ്രാബ്ദങ്ങളായി അനുഭൂതി സമ്പന്നന്മാരായിട്ടുള്ള ആചാര്യന്മാർ ആവർത്തിക്കുന്നത് തരതി ശോകം ആത്മവിത്ത് എന്നാണ്. ആത്മാവിനെ അറിയുന്നവൻ ശോകത്തെ, ദുഃഖത്തെ, ഭയത്തെ, അസ്വാതന്ത്ര്യങ്ങളെ തരണം ചെയ്യും. ആത്മാവിനെ അറിഞ്ഞ് നിത്യനിരന്തര ആനന്ദ ഉത്സവമാക്കി ജീവിതത്തെ മാറ്റാൻ, നിർഭയമായ ശാശ്വതമായ ശാന്തി നുകരാൻ നമുക്കേവർക്കും സാധിക്കണം. ഭക്തിയെ നിർവചിക്കുന്നിടത്ത് ശങ്കര ഭഗവത്പാദരായാലും ശ്രീനാരായണ ഗുരുദേവനായാലും ആത്മചിന്തനമാണ് എന്ന് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ഭക്തിയെ സംബന്ധിക്കുന്ന സവിശേഷതകൾ പല പ്രകാരത്തിൽ ഉദ്ധരിക്കാം. നമ്മെ എല്ലാവരെയും ഭക്തി മാർഗത്തിലേക്ക് ആഹ്വാനം ചെയ്യുന്നതിന് ഭഗവത്ഗീതയിൽ ഒരു ശ്രദ്ധേയമായ പ്രയോഗമുള്ളത് ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. അപിചേത് സുദുരാചാരഃ പാപേഭ്യ പാപകൃത്തമഃ. ഭഗവാന്റെ വാക്കുകളാണ്. എത്ര മേൽ ദുരാചാരിയാവട്ടെ. പൂജ്യ ഗുരുദേവ ചിന്മയാനന്ദ സ്വാമിജിയുടെ ഒരു നിരീക്ഷണം പാപേഭ്യ പാപകൃത്തമ എന്ന പ്രയോഗത്തെ സംബന്ധിച്ച് ദി വൺ ഹൂ took doctorate in vulgarity, വേണ്ടാധീനങ്ങളുടെ കാര്യത്തിൽ ഡോക്ടറേറ്റ് എടുത്ത ഒരാളായാൽ പോലും സാധുരേവ സമന്തവ്യഃ, അവനെ സാധുവായിട്ട് പരിഗണിക്കണമെന്ന് ഭഗവാൻ പറയുന്നു. ഭജതേ മാം അനന്യഭാക്, എന്നെ ഭജിക്കാൻ ആരംഭിച്ചാൽ. ഇവിടെ സൂചിപ്പിക്കുന്നത് എത്ര വലിയ ദുരാചാരിയെയും സാധുവാക്കി മാറ്റുന്ന മഹത്തായ ഗുണവിശേഷമാണ് ഭക്തി. ഭക്തിയുടെ പ്രായോഗിക മാർഗം എന്നത് അതിൻ്റെ താത്വികവും ദാർശനികവുമായ വശങ്ങളൊക്കെ ഇവിടെ പ്രതിപാദിക്കപ്പെട്ടു കഴിഞ്ഞു. ശ്രീനാരായണ ഗുരുദേവൻ ഭക്തി ദർശനത്തിൽ അച്ഛനമ്മമാരോടുമൊക്കെയുള്ള പ്രേമത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിൻ്റെ പ്രായോഗികത നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അച്ഛനെയും അമ്മയെയും ഒക്കെ സ്നേഹിച്ചു തുടങ്ങുക, ആദരിച്ചു തുടങ്ങുക. ഇത് ഭക്തി എന്ന് പറഞ്ഞാൽ സ്നേഹമാണെങ്കിൽ ഈ വിധം ആരംഭിച്ചാൽ അത് വഴിതെറ്റില്ല എന്ന് മാത്രമല്ല, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, അതിഥിദേവോ ഭവ, ആചാര്യദേവോ ഭവ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പൊതുവെ ബോധ്യമായിട്ടുള്ളതാണ്. അച്ഛനെയും അമ്മയെയും വീട്ടിൽ വരുന്ന അതിഥിയെയും ഒക്കെ ആദരവോടെ കാണാൻ, പ്രേമത്തോടെ പെരുമാറാൻ സാധിക്കുന്നിടത്ത് നമുക്കുണ്ടാവുന്ന സ്വാസ്ഥ്യം അത് ക്രമേണ അന്യരിലെയും ആത്മസത്തയെ, ഈശ്വര സാന്നിധ്യത്തെ തിരിച്ചറിയാൻ സഹായിക്കും. ഇവിടെ ഉദ്ധരിക്കേണ്ടായി, അഹമഹമെന്നരുളുന്നതൊക്കെ ആരായുകിൽ
അകമേ പലതല്ലതേകമാകും. ഓരോരുത്തരും അവരവരുടെ ശരീരേന്ദ്രിയ മനോബുദ്ധികളുടെ പരിധിയിൽ നിന്നുകൊണ്ട് ഞാനെന്ന് പറയുമ്പോഴും അവർ വാസ്തവത്തിൽ വ്യതിരിക്തരാവുന്നില്ല. ഏവരിലെയും ആത്മവത്ത ഒന്നാണ്. ഈ ഒരു സർവസമാശ്ലേഷിത്വം എല്ലാവരെയും സ്നേഹത്തിന്റെ കരവലയത്തിലേക്ക് കെട്ടിപ്പിടിക്കാൻ ആശ്ലേഷിക്കാനുള്ള പക്വതയും പ്രേരണയും ഭക്തി കൊണ്ടുണ്ടാവും. അത് അച്ഛനമ്മമാരോടുള്ള ഭക്തി കൊണ്ട് സാധിക്കും. അതുകൊണ്ട് ആത്മീയതയുടെ സാക്ഷാത്കാരത്തിന്റെ പാതയിൽ, ഭക്തി വളർത്തുന്നതിന്റെ പാതയിൽ കുടുംബ ബന്ധങ്ങളുടെ ഭദ്രതയെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കുമാറാകട്ടെ. അങ്ങനെ ആരംഭിച്ചുകൊണ്ട് അതിൻ്റെ വഴിയിലൂടെ മുന്നേറുമ്പോൾ ഈ കാണുന്ന പ്രപഞ്ചത്തെ സംബന്ധിച്ച് ഇല്ലാതെ മായയിടുമുല്ലാസമൊന്നും അറിവല്ലാതെ ഇല്ലനിലനും കല്ലാഴിയും കനലുമല്ലാതെ ശൂന്യമതുമെല്ലാം ഒരാദി അറിവാം. തല്ലാഘവം പറകിലില്ലാരണം ക്രിയകൾ മല്ലാടുകില്ല മതിയേ. സല്ലാഭമൊന്നു മതി എല്ലാവരും തിരയും ഉല്ലാഘബോധജനനി എന്ന് നമുക്ക് ജഗദംബയെ ആശ്രയിക്കാനുള്ള സ്വാസ്ഥ്യവും പക്വതയും ഒക്കെ വളർന്നു വരും. സ്വന്തം അമ്മയിലൂടെ ജഗദംബയെ, സ്വന്തം അച്ഛനിലൂടെ ജഗത് പിതാവിനെ അന്വേഷിക്കുന്ന ഒരു വഴിത്താരയെ കുറിച്ച് ആലോചിക്കണം. അങ്ങനെ നാരായണ ഗുരുദേവൻ നമ്മെ ഉദ്ധരിക്കാൻ അനുഗ്രഹിച്ചിട്ടുണ്ട്, കാരുണ്യം ചൊരിഞ്ഞിട്ടുണ്ട്. ഈ കാണായതൊക്കെ കേവലം മായ ഉണ്ടാക്കുന്ന തോന്നൽ മാത്രമാണ്. ഇവിടെ വാസ്തവത്തിൽ ഉള്ളത് ജഗദംബയുടെ വൈഭവം മാത്രം. ആ സല്ലാഭം മാത്രം ലക്ഷ്യമായി മാറുന്ന ഒരു പക്വതയിലേക്കും സ്വാസ്ഥ്യത്തിലേക്കും നമ്മെ ഉയർത്താൻ ഭക്തിക്ക് സാധിക്കും. ആ ഭക്തി കൊണ്ട്, മാതൃപിതൃഭക്തി കൊണ്ട്, ക്രമേണ ഗുരുഭക്തി കൊണ്ട്, അതിലൂടെ ജഗതീശ്വര ഭക്തി കൊണ്ട് നമ്മൾ എല്ലാവരും അനുഗ്രഹീതരാവട്ടെ എന്ന് ഈ സമയത്ത് സങ്കല്പിക്കുന്നു. അതിന് ശ്രീനാരായണ ഗുരുദേവ കാരുണ്യം നമ്മളിൽ എല്ലാവരിലും വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. ഹരി.